നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മെയ് 28, 29 തീയതികളിൽ ചിങ്ങം രാശിക്ക് അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ മെയ് 27 വൈകിട്ട് 6:59 PM മുതൽ മെയ് 30 രാവിലെ 6:38 AM വരെയാണ് ചിങ്ങൻ രാശിക്ക് നല്ല ദിവസങ്ങൾ എന്ന് ഞങ്ങൾ പറയുന്നത്. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ. ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ചിങ്ങം രാശി മാത്രമല്ല ചിങ്ങം ലഗ്നവും. ഓക്കെ, നിങ്ങൾക്ക് ലഗ്നം കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ ദയവായി ഞാനുമായിട്ട് ബന്ധപ്പെടുക. ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്രം, ആദ്യപാദം. ഈ ദിവസങ്ങളിൽ 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടും ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടും 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടും 1 ഗ്രഹം ഗുണദോഷ സമ്മിശ്രമായിട്ടും നിൽക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 2 2026 ജൂൺ 2 മുതൽ ഏകദേശം 2028 ജൂൺ 2 വരെ വ്യാഴം പ്രതികൂലമായിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് വീണ് കിട്ടുന്ന സൗഭാഗ്യ ദിനങ്ങളാണ് ഈ ദിവസങ്ങൾ. 2026 മെയ് 28, 29 തീയതികൾ. അപ്പോൾ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കാര്യം ആദ്യം പറയാം. ശനി അഷ്ടമശനിയാണ്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ തോന്നാം. പിന്നെ 7ാം ഭാവത്തിൽ സർപ്പം അഥവാ ശിഖി, സർപ്പം അഥവാ രാഹു. അതുപോലെ ജന്മത്തിൽ ലഗ്നത്തിൽ ശിഖി അഥവാ കേതു നിൽക്കുന്നു. അപ്പോൾ ജീവിത പങ്കാളിയായിട്ട് പൊതുവിൽ പറയുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള പരിഹാരം ഇതാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക. ശിവന് ജലധാര, അയ്യപ്പന് നീരാഞ്ജനം. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിക്ക് എള്ളുവിളക്ക് അല്ലെങ്കിൽ അർച്ചന. അതുപോലെ തന്നെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. പറ്റുമ്പോഴൊക്കെ വഴിപാട് നടത്തുക. ശിവക്ഷേത്രം തിരഞ്ഞെടുക്കുമ്പോൾ പാർവതി കൂടി പ്രതിഷ്ഠിക്കപ്പെട്ട ശിവക്ഷേത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഉത്തമം. ഇതുകൂടാതെ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം. അതും കൃത്യസമയത്ത്. മന്ത്രജപങ്ങൾ, ക്ഷേത്ര ദർശനം, ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇവയൊക്കെ പാലിച്ചെങ്കിലേ ഈ ഫലങ്ങൾ അനുഭവവേദ്യമാവുള്ളൂ. അതായത് ഞങ്ങൾ സൗഭാഗ്യമുള്ള ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് അത് സംഭവിക്കണമെന്നില്ല. മറിച്ച് അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിൽ ഒരു 10 ലക്ഷം രൂപ കിടക്കുന്നു വിചാരിക്കാം. ഏതാണ്ട് അതിന് തുല്യമാണ് ഇവിടെ വന്നേക്കുന്നത്. അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട്. ഓക്കെ, അത് ബാങ്കിൽ കിടക്കുകയാണ്, നമ്മുടെ കയ്യിലില്ല. അത് കയ്യിൽ വരണമെങ്കിൽ നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് നമ്മളത് കയ്യിലെടുക്കണം. ഓക്കെ, അത് ബാങ്കിൽ 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമ്മൾ
പോയി ചെക്കൊക്കെ എഴുതി കൊടുത്ത് അത് കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്, അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് നമ്മുടെ കയ്യിൽ വരുള്ളൂ. ഏതാണ്ട് അതുപോലെ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ നമ്മുടെ ഈ ഗ്രഹനിലയിൽ വന്ന് കിടപ്പുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാണെങ്കിൽ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സൗകര്യമുള്ളപ്പം ക്ഷേത്രങ്ങളിൽ പോയി, സൗകര്യമുള്ളപ്പം മന്ത്രം ചൊല്ലി, സൗകര്യമുള്ളപ്പം ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ രക്ഷിക്കണേ, അങ്ങനെയൊന്നും അങ്ങനെയൊക്കെ ഉള്ള രീതികളെന്ന് പറയുമ്പോൾ അശാസ്ത്രീയമാണെന്ന് ഞങ്ങൾ പറയുന്നു. അപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ ഒരു പ്രാർത്ഥനാ രീതി വെളിച്ചം ചാനൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നേട്ടമുണ്ടെന്ന് തന്നെയാണ് ഞാൻ അവകാശപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്കും അത് കരഗതമാക്കാം. അതിന് എന്താ പറയുക, തലകുത്തി നടക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ നിസ്സാരമായ രീതിയിൽ ചില പരിശ്രമങ്ങൾ കൊണ്ട് നമുക്ക് ചില ജീവിതക്രമങ്ങളിൽ, ജീവിതചര്യയിൽ ഒരു മാറ്റം വരുത്തി കൃത്യനിഷ്ഠയോടെ, പട്ടാള ചിട്ടയോടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫലങ്ങൾ നമുക്ക് പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാം. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. നിരവധി കാര്യങ്ങളുണ്ട്, മണിക്കൂറുകളോളം എനിക്ക് സംസാരിക്കേണ്ടി വരും അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ ദയവായി ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് അതെല്ലാം ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? കർമ്മഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. അതായത് ഇടവം മിഥുനം മാസങ്ങളിൽ ചിങ്ങം രാശിക്കാർക്ക്, ചിങ്ങം ലഗ്നക്കാർക്കും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. എന്ന് പറയുമ്പോൾ തൊഴിൽ തേടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരന് പുതിയൊരു തൊഴിൽ ലഭിക്കാം. ഇപ്പോൾ തൊഴിലുള്ളവർക്ക് ശമ്പള വർധനവോ അല്ലെങ്കിൽ മേലധികാരികളുടെ പ്രീതിക്ക് പാത്രമാവുകയോ ചെയ്യാം. ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാം, ശമ്പള വർധനവ്, ആനുകൂല്യങ്ങൾ വല്ലതും മുടങ്ങിക്കിടക്കുന്നത് ഒക്കെ കിട്ടിയെന്ന് വരാം. അതുപോലെ തന്നെ ഇപ്പോഴുള്ള തൊഴിലിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു തൊഴിൽ നമുക്ക് കൂടുതൽ ശമ്പളത്തോടു കൂടി വീട്ടിനടുത്തേക്ക്, ഇപ്പോഴത്തെ സ്ഥലത്തിനേക്കാൾ കൂടുതൽ വീടിനടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പുതിയൊരു ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ. പിന്നെ തീർച്ചയായിട്ടും പിതൃസ്വത്ത് ലഭിക്കാം, പിതൃഗുണം, പിതാവിന് ഐശ്വര്യം, സന്താനങ്ങൾക്ക് നേട്ടം എന്ന് പറയുമ്പോൾ കുട്ടികളായാൽ അവർക്ക് വിദ്യാഭ്യാസപരമായിട്ട് നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ മുതിർന്ന മക്കളാണെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കിട്ടാം. അതുപോലെ തന്നെ മക്കൾക്ക് ഐശ്വര്യം വന്നു ചേരും. അത് സൂര്യൻ അനുകൂലമായിട്ട് കർമ്മഭാവത്തിലും ലാഭസ്ഥാനത്തിലുമായിട്ട് ഇടവം മിഥുനം മാസങ്ങളിൽ വരുന്നത് കൊണ്ടാണ്. ഓക്കെ. പിന്നെ തീർച്ചയായിട്ടും ബുധൻ നിങ്ങൾക്ക് കർമ്മഭാവത്തിലും ലാഭസ്ഥാനത്തുമായിട്ട് നിൽക്കും ഈ ദിവസങ്ങളിൽ. അപ്പോൾ ബൗദ്ധിക മേഖലയിൽ, അത് കൂടാതെ ശുക്രന് അനുകൂലമാണ്. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും ഉണ്ടാവും. കൂടാതെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ശുക്രനും വ്യാഴവും നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചന്ദ്രനും അനുകൂലമാണ് ഇവിടെ. അതുകൊണ്ട് ബന്ധങ്ങൾ ഊഷ്മളമാവും. എല്ലാ തരത്തിലുള്ള ബന്ധങ്ങൾ, തൊഴിൽപരമായിട്ടുള്ളതും ദാമ്പത്യ ബന്ധങ്ങളായാലും പ്രേമബന്ധങ്ങളായാലും സുഹൃത്ത് ബന്ധങ്ങളായാലും തൊഴിൽ രംഗത്തുള്ള സൗഹൃദങ്ങളായാലും അതെല്ലാം തന്നെ ഊഷ്മളമാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ എന്ന് പറയുമ്പോൾ വീട്, വാഹനം, വസ്ത്രം,
ആഹാരം, അതുപോലെ ആഭരണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നല്ല രീതിയിലുള്ള സംഭവങ്ങളുണ്ടാവും. അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കും അവസരമൊരുങ്ങും. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഇതാണ്, ജൂൺ 2 വ്യാഴം മാറുന്നതിന് മുമ്പ് വീണ് കിട്ടുന്ന സൗഭാഗ്യ ദിനങ്ങളാണ്. ഇത് ബുദ്ധിപൂർവം, വിവേകപൂർവം, കൗശലപൂർവം നമ്മൾ ഉപയോഗിക്കുക, നേട്ടങ്ങൾ നേടിയെടുക്കുക. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, 2026 ജൂൺ 2 വ്യാഴം പ്രതികൂലമായിട്ട് മാറുന്നു. അത് ആ പ്രതികൂലാവസ്ഥ പൂർണ്ണമായിട്ടും മാറണമെങ്കിൽ 2 വർഷം എടുക്കും. അപ്പോൾ അതുകൊണ്ട് വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്ന കുറച്ച് ദിവസങ്ങളും കൂടി ഇനിയുള്ളൂ. അത് നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ വാട്സാപ്പിൽ ഞാനുമായിട്ട് ബന്ധപ്പെടുക. തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് പരിഹരിക്കാം. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.